ആ രാത്രിയിൽ ജയിലിൽ ശിവായിക്ക് ഒട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആ രാത്രി അവന് ഒരായുസ് മുഴുവൻ പോലെ തോന്നി. നിന്റെ ഭർത്താവാണ് തോൽവി, ഞാനല്ല. നിനക്ക് എത്ര പണം വേണം? 1 കോടി, 2 കോടി, 10 കോടി എല്ലാം ഞാൻ തരാം. പക്ഷെ ഒരു കണ്ടീഷൻ. 2 കോടി വേണമെങ്കിൽ നീ എൻ്റെ കൂടെ വരണം. 10 കോടി വേണമെങ്കിൽ നിന്നെ പൂർണ്ണമായി എനിക്ക് വിട്ടുതരണം. പക്ഷേ ദേവ് അത് പറഞ്ഞു തീർക്കും മുൻപ് യു ആൾ ആർ മാഡ്. അവനെ പുറത്തേക്ക് വിട്. ശിവായി നന്ദിനിയെ വളരെയധികം സ്നേഹിച്ചു. അവൾ അവന്റെ ബാല്യകാല പ്രണയമായിരുന്നു. ഇന്ന് അവർ വിവാഹിതരായി 3 വർഷം കഴിഞ്ഞു. പക്ഷേ നന്ദിനിക്ക് അവനെ വെറുപ്പായിരുന്നു. കാരണം അവനൊരു സാധാരണക്കാരനായിരുന്നു. ഈ വിവാഹം അവളുടെ അപ്പൂപ്പനാണ് നിർബന്ധിച്ച് നടത്തിയത്. അവൾക്ക് എന്നും ഒരു സമ്പന്നനായ ഭർത്താവിനെയായിരുന്നു ആഗ്രഹം. അവൾ ആഗ്രഹിച്ച ഒരു ജീവിതം അവൾക്ക് കൊടുക്കാത്തതുകൊണ്ട് തന്നെ അവളും അവനൊന്നും കൊടുത്തില്ല. എന്നാൽ ശിവായി ഒരിക്കലും കൈവിട്ടില്ല. ആഴ്ചതോറും അവൾക്ക് ഒരു റോസ് കൊടുത്തിരുന്നു. ഒരിക്കൽ അവന്റെ പ്രണയം അവൾ സ്വീകരിക്കും എന്ന പ്രതീക്ഷയിൽ. ഹായ് നന്ദിനി. ഓ ഹായ് റിയ. വാവ്, നീ ഇന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ. താങ്ക് യു. ജ്വല്ലറി ഇടാൻ മറന്നോ? ഓ സോറി. നിനക്കൊരു ചെരുപ്പ് പോലും വാങ്ങിത്തരാൻ കഴിയാത്ത ഭർത്താവ് ഒരു ജ്വല്ലറി വാങ്ങുന്നത് ഒരു സ്വപ്നമായിരിക്കും അല്ലേ? നോക്ക്, ഇന്നലെ എന്റെ ഭർത്താവ് എനിക്ക് 3 കോടി വില വരുന്ന നെക്ലേസ് വാങ്ങി തന്നു. കൊള്ളാല്ലേ? ഹാ, മേജർ ശിവായി, ഒടുവില് നിങ്ങൾ ഞങ്ങളെ കണ്ടെത്തി. കഴിഞ്ഞ 3 വർഷമായി ഞങ്ങൾ നിങ്ങളെ എവിടെയൊക്കെ തിരഞ്ഞു. നിങ്ങൾ മടങ്ങി വരൂ, ഞങ്ങൾക്ക് നിങ്ങളെ വേണം. എനിക്കിപ്പോ വേറെ പണിയുണ്ട്. എന്റെ കല്യാണമാണ് ഇപ്പോൾ എനിക്ക് വലുത്. ഇപ്പോ നിങ്ങൾക്ക് പോവാം. ഇതാരാ വന്നിരിക്കുന്നെന്ന് നോക്കിയേ. നന്ദിനിയുടെ ഭർത്താവ്. എന്തു പറഞ്ഞാലും അവന്റെ രൂപവും ആ കണ്ണുകളുടെ തീവ്രതയും ഒട്ടും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അവന്റെ ഈ ലുക്ക് അച്ചാറിട്ട് വെക്കാനാണോ? ഒരു വേൾഡ് ടൂർ പോണമെങ്കിൽ ഈ മുഖം പോരാ, പണം വേണം. അതവനില്ല. നന്ദിനി, നന്ദിനി, എനിക്ക് നിന്നോടൊരു പ്രധാന കാര്യം പറയാനുണ്ട്. എന്നെ വിട്ടേക്ക്. നീ ഇവിടെ എന്തിനാ വന്നത്? നന്ദിനി, നമുക്കൊന്ന് മാറി നിന്ന് സംസാരിക്കാം. എന്നെക്കുറിച്ചുള്ള എല്ലാം എനിക്ക് തുറന്നു പറയണം. പ്ലീസ് വാ. എന്താ നിനക്ക് പറയാനുള്ളത്? 3 വർഷമായിട്ട് നീ പറയുന്നത് ഞാൻ കേട്ടു. ഇനി നിനക്ക് ഇവിടുന്ന് പോകുന്നതാ നല്ലത്. ഇറങ്ങിപ്പോ. പോ. നന്ദിനി, നന്ദിനി, ഒന്ന് കേൾക്ക്. ഒരിക്കൽ കൂടി എനിക്കെല്ലാം വ്യക്തമാക്കണം. ഞാൻ പറയുന്നത് എന്താണെന്ന് നീ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. ഇത് കണ്ടോ നീ? നോക്ക്, കണ്ണു തുറന്നു നോക്ക്. കണ്ടില്ലേ? ഇതാണ് നിന്റെ സ്ഥിതി. ഇവിടെ ഒന്നും പൊയ്ക്കോ.
എന്താണിപ്പോ ഇവിടെ പ്രശ്നം? ചിൽ ബേബി, നിന്റെ ഭർത്താവ് ഒന്നിനും കൊള്ളാത്തവനാ. പക്ഷേ ഞാൻ അങ്ങനെയല്ല. പറ, നിനക്ക് എത്ര രൂപയാ വേണ്ടത്? 1 കോടി, 2 കോടി, 10 കോടി എല്ലാം ഞാൻ തരാം. ശരിക്കും നീ സഹായിക്കോ? ഒബ്വിയസ്ലി, ഞാൻ നിന്റെ ഫ്രണ്ടല്ലേ. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. 2 കോടി വേണമെങ്കിൽ നീ എൻ്റെ കൂടെ വരണം. 10 കോടി വേണമെങ്കിൽ നിന്നെ പൂർണ്ണമായി എനിക്ക് വിട്ടുതരണം. ദേവ് വാക്ക് തീർക്കും മുൻപ് ശിവായി ഇടയ്ക്ക് വന്നു. Stupid! നീ എന്താ ചെയ്തത്? ആ പാവ എന്നെ സഹായിക്കാനാ വന്നത്. ഇപ്പൊ തന്നെ അവനോട് പോയിട്ട് മാപ്പ് ചോദിക്കേ. എന്റെ പട്ടി ചോദിക്കും അവനോട് ക്ഷമ. പിന്നെ നീ എന്റെ കൂടെ വാ. ശിവായി നന്ദിനിയെ തന്നെ ഒന്ന് നോക്കി. 3 വർഷം സ്നേഹിച്ച പെൺകുട്ടി ഇത്ര പെട്ടെന്ന് അവൻ ആരുമല്ലാതായി എന്ന സത്യം അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത് അവന്റെ 12 വയസ്സുകാരി നന്ദിനിയാകുമോ? അത്രയും പാവമായിരുന്ന പെൺകുട്ടി എങ്ങനെ ഇങ്ങനെ സ്വയം വില കുറഞ്ഞവളായി? എന്താ ഇവിടെ പ്രശ്നം? ആരാണ് ശിവായി? ഞാനാ ശിവായി. മഹാദേവന്റെ പേരിൽ ഞാൻ സത്യമിടാം, ഇന്ന് ഇവിടെ നിന്ന് നിങ്ങൾ ആരും സ്വന്തം കാലിൽ തിരിച്ചു പോവില്ല. ഒറ്റയടിക്ക് ബോഡി ഗാർഡുകളെ തല്ലിയിടുന്നത് കളിയല്ല. അവന് ഭ്രാന്താണെന്ന് എല്ലാവരും വിചാരിച്ചു. 20 സെക്കൻഡിനുള്ളിൽ എല്ലാവരെയും അവൻ നിലത്ത് വീഴ്ത്തി. അവനും കുറച്ച് പരിക്കേറ്റു. പക്ഷേ അവൻ സ്റ്റീലിൽ കുരുത്തവനായിരുന്നു. അപ്പോഴേക്കും ദേവ് വിളിച്ച പോലീസ് അവിടെ എത്തി. നന്ദിനിക്കൊന്നും പറയാനില്ല. അപ്പോഴേക്കും അവർ ശിവായിയെ മുട്ടുകുത്തിച്ചു. അന്ന് അവന്റെ ലോകം തകർന്നിരുന്നു. അവന്റെ ബാല്യകാല പ്രണയം അവന്റെ വിശ്വാസവും അഭിമാനവും പൊടിച്ചു കളഞ്ഞു. അവന്റെ മനസ്സിൽ ഒറ്റ ചോദ്യം മുഴങ്ങിക്കൊണ്ടിരുന്നു: ഇവളെയാണോ ഞാൻ സ്നേഹിച്ചത്? ആദ്യ നോട്ടത്തിൽ തന്നെ അവളുടെ കണ്ണുകളിൽ അവൻ ഉടക്കിയിരുന്നു. വൺ സൈഡ് ലവിന്റെ വിധിയാണോ ഇത്? അവൻ ഇനി എന്ത് ചൂസ് ചെയ്യും? അവനെ തന്നെ ചൂസ് ചെയ്യുമോ, അതോ അവന്റെ ബാല്യകാല പ്രണയം ചൂസ് ചെയ്യുമോ?